മനുഷ്യൻ ഇരുളിൻ്റെ കാലഘട്ടത്തിലുണ്ടായ മതങ്ങളെക്കുറിച്ച്, അതിൻ്റെ മതങ്ങളെയും അതിലുള്ള ദൈവങ്ങളെയും കുറിച്ച്, അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോഴും. കാരണം ഇന്ന് മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ മാത്രമാണ് മനുഷ്യൻ തമ്മിലടിച്ചും ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇരുളിൻ്റെ കാലഘട്ടത്തിൽ, അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ, മനുഷ്യൻ മീൻ ചുട്ടു തിന്നുകയും മാംസം ചുട്ടു തിന്നുകയും ചെയ്തിരുന്ന കാലം. ആ കാലം എന്ന് പറയുമ്പോൾ അറിവില്ലായ്മയുടെ കാലം. ഇരുളായിരുന്നു, വെളിച്ചമില്ല. ഇന്ന് കാണുന്ന ഒരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു കാലം. വനത്തിൽ, ഗുഹകളിൽ വീട് വയ്ക്കാനറിയില്ല, മാടം കെട്ടാനറിയില്ല, ഒന്നിനും ഒരു അറിവില്ലാതെ കാട്ടുജാതിയായിരുന്ന മനുഷ്യൻ ആ കാലഘട്ടത്തിൽ അല്പമൊക്കെ ബുദ്ധിയുള്ളവരോ അല്ലെങ്കിൽ വക്രബുദ്ധിയുള്ളവരോ ആരോ ഒക്കെ സൃഷ്ടിച്ച, സ്വയം ഉണ്ടാക്കിയെടുത്ത ദൈവങ്ങൾ ദൈവം അവരോട് സംസാരിച്ചു വന്ന് അവർ സ്വയം കള്ളക്കഥകൾ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ തോന്നലുകളായിരിക്കാം. അതുമാത്രമല്ല, മതങ്ങളുണ്ടായിട്ട് 2000-ഓ 3000-ഓ 5000-ഓ വർഷങ്ങളായിട്ടുള്ളൂ. ആ കാലഘട്ടങ്ങളിൽ ഭൂമി പരന്നതാണെന്ന് പോലും മതം സ്ഥാപിച്ചവർ ചിന്തിച്ചിരുന്നു. അവർക്കറിയില്ലായിരുന്നു ഭൂമി ഉരുണ്ടതാണെന്ന്. അത്ര പോലും അറിവില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അയ്യായിരം വർഷം വരെ ആയിട്ടുള്ളൂ ദൈവങ്ങളുണ്ടായിട്ട്, അല്ലെങ്കിൽ 6000 ആയിക്കോട്ടെ. എന്നാൽ ഭൂമിയുടെ ആയുസ്സോ കോടിക്കണക്കിന് വർഷങ്ങൾ, മില്യൻസ് ഓഫ് ഇയേഴ്സ് പഴക്കമുണ്ട് ഈ ഭൂമിക്ക്. മനുഷ്യൻ്റെ ആയുസ്സിനും ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ ഇടി, മിന്നൽ തുടങ്ങിയുള്ള കാര്യങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ ഈ ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ ഭയന്നിരുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ വന്യജീവികളുടെ ഉപദ്രവം, മറ്റ് സംഘടിച്ചുള്ള ഉപദ്രവങ്ങൾ, കാട്ടുജാതിക്കാർ സംഘടിച്ചു പോയി ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ വെട്ടിയും കുത്തിയും കൊന്ന് കൊള്ളയടിച്ച്, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നില്ലേ? ഇന്നും അങ്ങനെയൊക്കെ തന്നെയല്ലേ? നോക്ക്, ഉറങ്ങിക്കിടന്ന ഇസ്രായേലി ആൾക്കാർ, ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു കൂട്ടം ആൾക്കാർ ചെല്ലുന്നു. മൃഗങ്ങളോട് പോലും കാണിക്കാത്ത ക്രൂരത മനുഷ്യനോട് കാണിക്കുന്നു. മനുഷ്യന് എന്ത് പ്രത്യേകത ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? മനുഷ്യന് ഒരു പ്രത്യേകതയും ഇല്ല. എല്ലാ മൃഗങ്ങളും, എല്ലാ ജീവജാലങ്ങളും തുല്യം. മൃഗങ്ങളുടെ സ്വഭാവം മനുഷ്യനുണ്ട്, മനുഷ്യൻ്റെ സ്വഭാവമുള്ള മൃഗങ്ങളുമുണ്ട്. നമ്മൾ ചില മനുഷ്യരെ സൂക്ഷിച്ച് നോക്കാമെങ്കിൽ അവർക്ക് മൃഗങ്ങളുടെ രൂപമുണ്ട്. ചില മൃഗങ്ങളെ സൂക്ഷിച്ച് നോക്കാമെങ്കിൽ അവർക്ക് മനുഷ്യൻ്റെ രൂപവുമുണ്ട്. എല്ലാവരെയും കണ്ണിലും പെടില്ല. ആ കാലഘട്ടത്തിലുണ്ടായ ഈ ദൈവങ്ങളെക്കുറിച്ച് നാം അതിൻ്റെ സത്യം മനസ്സിലാക്കണം, ചിന്തിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ജോസഫ് ആ കാലഘട്ടത്തിൽ ഒരു
ചരിത്രമാണ്. ജോസഫ് എന്ന് 12 മക്കൾ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരാളാണ് ജോസഫ്. ജോസഫ് രാജാവായി. താഴ്ന്നരി ആട് വെച്ചുകൊണ്ട് നടന്ന പാവപ്പെട്ട ഒരു മനുഷ്യൻ രാജാവായി. അത് ദൈവമാക്കിയെന്നാണ് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നത്. അത് ഇന്നത്തെ മനുഷ്യരും വിശ്വസിക്കുന്നു. അത് സ്വാഭാവികം. ഇന്ന് ചെറിയ കുടുംബങ്ങൾ ജനിക്കുന്ന മനുഷ്യർ, ചെറിയ കുടുംബം എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട താണ കുടുംബങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളുടെയും പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഒക്കെ ആയി മാറുന്നില്ലേ? ദൈവത്തിൻ്റെ പേരിൽ ജോസഫിനെ ഉയർത്തി എന്ന് കൊണ്ടുവരുന്നതാണ്. ദൈവം ഉയർത്തി കൊണ്ടുവന്നതാണ്. ദൈവമാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ആക്കി കൊണ്ടുവരുന്ന ഒരു ചരിത്രം മനുഷ്യനിൽ അടിച്ചേൽപ്പിച്ച് അവനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് സത്യം. മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചരിത്രകഥകളാണ് ഇതൊക്കെ. സ്വാഭാവികമാണ് ജോസഫ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അത് ഒരു സംഭവം, ഒരാൾക്കുണ്ടായ ഒരു അനുഭവം. അത് ദൈവമാണെന്ന് ആൾക്കാർ മറ്റുള്ളവർ വിശ്വസിപ്പിക്കുകയും ഇന്നും ആ ചരിത്രം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് അത് ദൈവമാണ് ചെയ്തതെന്ന് കൊണ്ടുവരികയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ എങ്ങനെയാണോ? അല്ല. അയാളുടെ അനുഭവം അങ്ങനെ കഥ ഉണ്ടായി, ഒരു സംഭവം ഉണ്ടായി. ഇന്ന് മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകുന്നില്ലേ? ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പഠിക്കുന്നു, വിദ്യാഭ്യാസം നേടുന്നു, ബോംബെയിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുന്നു, വലിയ സമ്പത്തും വലിയ പൊസിഷനിലായി മാറുന്നു. അങ്ങനെ ഒരു സംഭവം ഇന്നും നടക്കുന്നുണ്ട്, അന്നും നടക്കുന്നുണ്ട്. അത് ദൈവമാണ് ചെയ്തത് എന്ന് വരുത്തി തീർത്ത് ദൈവത്തിൻ്റെ പേരിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഓരോ സംഭവങ്ങളും സകല മതങ്ങളെക്കുറിച്ചും മതസ്ഥാപകരെക്കുറിച്ചും നാം പഠിക്കണം. ഞാൻ പറയട്ടെ, ഈ മതസ്ഥാപകർ വന്ന കാലഘട്ടത്തിലൊക്കെ മനുഷ്യന് ഇവിടെ അടിമക്കച്ചവടം ചെയ്തിരുന്നു. ഏതെങ്കിലും മതസ്ഥാപകർ അടിമക്കച്ചവടം നിർത്തുന്നതിന് വേണ്ടി അവരോട് യുദ്ധം ചെയ്തോ? അവർക്ക് വേണ്ടി മരിച്ചോ? അവർക്ക് വേണ്ടി അടി നടത്തി അവരുടെ ശരീരാവയവങ്ങൾ നഷ്ടപ്പെട്ടോ? ഇല്ല. അവരാരും അടിമക്കച്ചവടത്തിന് വേണ്ടി, മനുഷ്യനെ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സംഭവം എതിർത്തില്ല, അതിനെ വിരോധിച്ചില്ല. ആ രീതിയിലൊക്കെ നാം ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. നാം ഈ അറിയില്ലായ്മ കാലഘട്ടത്തിൽ അവരുടെ തോന്നലുകൾ എഴുതി വെച്ചതിന് നാം അതേപടി തലയ്ക്കിൽ ശിരസ വഹിച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ലത്, അതിൻ്റെ സത്യാവസ്ഥകളൊന്ന് ചിന്തിക്കുന്നതിൽ നല്ലത്, ആ ഓരോ മതസ്ഥാപകരെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. അവരുടെ പ്രവൃത്തികൾ എന്ത് പ്രവൃത്തിയാണ് നല്ല പ്രവൃത്തിയുള്ളത്? ചില മതസ്ഥാപകർ നല്ല മനുഷ്യർ, അവരെക്കാൾ നല്ല മനുഷ്യരെ അതിനുശേഷം അനേകർ മരിച്ചുപോയി. ഈ മതസ്ഥാപകരെക്കാൾ നല്ല മനുഷ്യർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. കരുണ, ദയ, ദാക്ഷിണ്യം ഒക്കെയുള്ള മനുഷ്യരോട് കരുണ തോന്നുന്നത്. മതസരേശയൊക്കെ ചിന്തിച്ച് നോക്ക്. അനേകർ അവരൊക്കെ പോയി രോഗികളെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
ഒന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ദൈവത്തിൻ്റെ പേരിൽ തമ്മിലടിച്ച് യുദ്ധം ചെയ്ത് സ്വർഗവും നരകവും ഉണ്ടെന്ന് ചിന്തിച്ച് അത് അവരടിച്ചേൽപ്പിച്ചതാണ്. ഒരു ജീവി, ഒരു മനുഷ്യൻ, സകല ജീവജാലങ്ങൾ മരിക്കപ്പെടുന്നു, മണ്ണോട് ചേർന്ന് പോകുന്നു. ഇതാ നോക്ക്, നാം ഉറങ്ങാൻ കിടക്കുന്നു, നിദ്രയിലായി, തനിയെ അറിയാതെ നമ്മളത് നിദ്രയിലേക്ക് പെട്ടുപോകുന്നു. നമ്മുടെ ബോധം നഷ്ടപ്പെടുന്നു. പിന്നെ നമുക്ക് ബോധമില്ല, നമ്മളെന്താണെന്നുള്ളത് നമ്മളറിയുന്നില്ല. നല്ല ഗാഢ നിദ്രയിൽ കിടക്കുന്ന ഒരാൾ ഒന്നും അറിയുന്നില്ല, അയാൾ മരിച്ചതിന് തുല്യം തന്നെയാണ്. അതേ പിന്നീട് നമ്മുടെ ശരീരവും ഹൃദയങ്ങളും അവയവങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ടും ബ്ലഡ് ഓടുന്നത് കൊണ്ടും നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് കൊണ്ട് നാം വീണ്ടും ഉണരുന്നു. എന്നാൽ ഈ ശരീരത്തിലെ അവയവങ്ങൾക്ക് ഒരു പരിധിയുണ്ട് പ്രവർത്തിക്കാൻ. ആ സമയം കഴിയുമ്പോൾ അവരുടെ പ്രവർത്തനം നിൽക്കുന്നു. പിന്നെ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ബോധം നഷ്ടപ്പെടുന്നു. അതിനെ കൊണ്ട് കുഴിച്ചിടുന്നു. പുറത്ത് കിടന്നാൽ മാറ്റമുണ്ടാകും, അണുക്കളുണ്ടാകും, പലവിധമായ അസുഖങ്ങൾ മനുഷ്യനുണ്ടാകും. അത് കാരണം കൊണ്ട് കുഴിച്ചിടുന്നു, അവ മണ്ണായി അങ്ങ് മാറുന്നു. 100, 200, 300 വർഷം കഴിയുമ്പോൾ എല്ലും കഷ്ണങ്ങൾ പോലും മണ്ണായി അങ്ങ് മാറും. ഇത് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു വെറുതെ നിൽപ്പുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ഇതെല്ലാം മനുഷ്യനെ പറഞ്ഞ് പറ്റിച്ച് ചതിച്ച് വഞ്ചിച്ച്, ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ച് ചതിച്ച സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും പറഞ്ഞ് ചതിച്ച ഒരു മതസ്ഥാപകനെങ്കിലും സുഖമായി മരിച്ചിട്ടുണ്ടോ? ഇല്ല. വേദനയോടുകൂടി പിടഞ്ഞ് ഭൂമിയിൽ മറ്റു മനുഷ്യർ അനുഭവിച്ചതിനേക്കാൾ വേദനയോടെ അവർ മരിച്ചുപോയി. അവരെ രക്ഷിക്കാൻ അവർ നിലവിളിച്ചു. അവരൊരു ദൈവവും രക്ഷിച്ചില്ല. കാരണം എന്തുകൊണ്ട്? അങ്ങനെ ഒരു സംഭവമില്ല. അത് തന്നെയാണ് ചരിത്രം. അങ്ങനെ ഉണ്ടെങ്കിലേ അവരുടെ ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുമായിരുന്നു. അവരുടെ ദൈവം സംസാരിച്ചിരുന്നുവെങ്കിൽ ദൈവം അവരെ രക്ഷിക്കുമായിരുന്നു. അവർ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മതം ഉണ്ടാക്കാം, നിങ്ങൾക്ക് സ്വയം ഒരു മതം ഉണ്ടാക്കാം. നിങ്ങളതുപോലെ ചിന്തിച്ച് ഒരു ഭാവന കണ്ട് വേറൊരു ദൈവമായിട്ട് ആ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും നിങ്ങൾ അവരോട് സംസാരിക്കുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം.